Sometimes I get so mad, there's no controlling me. My thoughts get so bad, I'm like, I might grab a bat, I don't know. My wrath, my blood boils over like, oh God, here goes. I lost all feeling from my head to my toes. You said some shit that I can't let go, so just stay tuned for the rest of the show. Welcome back internet. Eid Mubarak. ഞങ്ങൾ 3 പേരും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവൻ മെഡിക്കൽ അല്ല, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. പേരിൽ മാത്രമേ ഉള്ളൂ. മെക്കാനിക്കൽ പാവം മെക്കാനിക്കൽ. എനിക്ക് പറയാനല്ല അറിയോ, ചെയ്യാനറിയില്ല. അത് മെക്കാനിക്കൽ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു ദിവസം ലീവ് ഉള്ളൂ. ഹത്ത വരെ ഇറങ്ങിയതാ. അരേടാ അരുണേട്ടനാണ് ഞങ്ങളെ സ്പോൺസർ. അത് പ്രത്യേകം പറയണം. ഞങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഫുൾ ചെലവ് അരുണേട്ടന്റെ വകയാണ്. അതെ, വണ്ടിയും പെട്രോളും പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും എല്ലാം അരുണേട്ടന്റെ വകയാണ്. നമ്മളൊരു ട്രഷർ ഹണ്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയ കേട്ടോ. ജിയോ കാച്ചിങ്. എനിക്കറിയില്ല എത്രത്തോളം പേർക്ക് അറിയുന്നത്. എനിക്കൊന്നും മലയാളം യൂട്യൂബിൽ ആരും അതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ ചാനലായിരിക്കും മേ ബി അത് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വയ്യ പറഞ്ഞുതരാം. ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോവാനുള്ള പ്ലാനാണ്. ഐസായ വെള്ളം വെള്ളമാക്കി എടുക്കാൻ വേണ്ടി വെയിലത്ത് വെച്ചതാ. ഇവിടെ നല്ല ചൂടാണ്, പെട്ടെന്ന് ഐസൊക്കെ അലിഞ്ഞു കിട്ടും. So have you ever felt betrayed? Switches how you see things. Realize something needs change. Cause I know you got me up. Let me show you what's up. Cause enough is enough. Hi guys, അപ്പോൾ നമ്മൾ ഹത്തയിൽ എത്തി കേട്ടോ. നമ്മളിപ്പോൾ ഹത്തയിൽ പാർക്കിങ്ങിലാണുള്ളത്. ഹത്ത എന്ന് പറഞ്ഞാൽ ഷാർജയുടെ സെൻട്രൽ ദുബായിയുടെ ഒരു ചെറിയ പോർഷൻ, ഒരു ഏരിയ. അതാണ് ഹത്ത കേട്ടോ. നമ്മളിവിടെ വന്നുള്ളത് ഹത്ത ഡാമിൻ്റെ സൈഡിലാണ്. ഹത്ത ഡാം കണ്ടിട്ട് നേരെ നമുക്ക് നമ്മുടെ ട്രഷർ ഹണ്ടിങ്. നമ്മൾ ഫസ്റ്റ് ഡാം കണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് കെട്ടിയേക്കുന്ന ചൂടുകൊണ്ടാണ്. പിന്നെ മാസ്ക് എടുത്തില്ല. ഇനിയിപ്പോൾ മാസ്കിൻ്റെ സീന് വേണ്ട. അപ്പോൾ ഇവിടെ നേരെ ഡാം കാണുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രഷർ ഹണ്ടിങ്ങിന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിക്കുന്നു. പിന്നെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് വേറെ ഉണ്ട്, അതൊക്കെ നമുക്ക് കയറി ഇറങ്ങി കാണാം. ഓക്കെ. ആരെ തല കെട്ടിട്ട് ആരാണ് ഡാമിലുള്ള എന്താ പേര് പറയാ? ഷേക്ക്. ഷേക്കിന്റെ പേര് പറയടാ. എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇവിടെ ഒന്നേ ശാഖ ദുബായ് ഷേക്കിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് കർണാടകത്തെ അതെന്റെ കർണാടക അല്ലടാ. ഇത് വെറുതെ പറഞ്ഞാ അന്നേട്ടൻ പറഞ്ഞു 10 രൂപയ്ക്കൊന്ന് വാങ്ങാന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു ഇത് 110 ദിർഹംസിന്റെ ആണ്, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. എവിടുന്ന് 110 ദിർഹംസ്? എന്തൊക്കെ അടിച്ചിറക്കുന്നു. പിന്നെ ബദാം അതും ഞാൻ ആർക്കും കൊടുക്കൂല. ഞാൻ അടുത്തപ്പോ എന്നോട് കളിയാ. കടയിൽ നിന്ന് സാമ്പിൾ വാങ്ങിയതാ ബദാം. ആരായി വെറുതെ നോക്കട്ടെ, ക്യാമറ വർക്ക് ചെയ്യൂല. ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. അത് കാണില്ലേ? കണ്ടോ? ഗൈഡ് ലൈൻസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രോപ്പറായിട്ട്. സോറി സാർ, ഐ വാസ് നോട്ട് നോയിങ്. സാറോട് ഭയങ്കര വീഡിയോ ഷൂട്ടിലായിരുന്നു. പിന്നെ കിടക്കാൻ നോക്കിയിട്ട് ഇത്രയും കയറി പോകണം കേട്ടോ മുകളിലോട്ട്. വെള്ളം നിനക്ക് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് നീ വണ്ടി പോയി നിർത്തിയിട്ട് വന്നാൽ മതി. അയ്യോടാ. ഒന്നുമില്ല, ഞാൻ നോക്കിയതാ. നമ്മളിപ്പോൾ ഹത്ത ഡാമിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കയാക്കിംഗ് ആണ്. ഓക്കെ. സോ പക്ഷെ നമ്മുടെ കുറച്ച് കോസ്റ്റ്ലി ആണെന്നൊരു ചെറിയൊരു ഡൗട്ട് ഇല്ലായില്ല. കയാക്കിനൊക്കെ പൈസ ഇല്ലെന്ന് പറ. പിന്നെ പൈസ ഇല്ല. പിന്നെ അത് സോളാറിൻ്റെ ആണ്, വർക്ക് ചെയ്യാത്തോണ്ടാണ്. ആയിരിക്കാം.
സത്യം പറഞ്ഞാൽ ഇവനക്ക് വെള്ളത്തിൽ കയറാൻ പേടിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കയക്കുന്നത്. ഞാൻ വെള്ളത്തിൽ കയറി, ഞാൻ ഡോൾഫിനെ പോലെ ആ ഫോണിൽ ഫോട്ടോ എടുക്കണ്ട, അത് ക്ലിയർ അടിപൊളി പോണം, അടിപൊളി പോണം. അത് ഞാൻ ഫോൺ എടുത്തില്ല. എന്നേട്ടാ പോവാ കായക്കിങ്ങനെ? ഞാൻ പോയതാണ്. രണ്ട് ഡബിൾ ബോട്ട് എടുത്താൽ ഞാൻ ഉമ്മൽക്കോയിനിൽ പോയതാ. പറഞ്ഞോക്കാം. ആര് ഇവൻ കുട്ടിയാന്ന് പറഞ്ഞിട്ട് കുട്ടിയാന്ന് പറയാം. ബുദ്ധിക്ക് ശരിയില്ല അത് കുട്ടിയാരെ എല്ലാ ബോട്ട്. പക്ഷെ അതാരും ഓടിക്കും? സിംഗിൾ കയാക്കിങ്, ഡബിൾ അരിനായിട്ട് ഓടിക്കും. ഇങ്ങോട്ട് വണ്ടി നിങ്ങളെല്ലാം ഓടിച്ചേ, നമുക്കൊരു ഇതുകൂടി നിങ്ങൾക്ക് എന്താ ഓടിച്ചാല്? നമുക്കേ VIP ബോട്ട് എടുക്കാം. 25 പേര് വേണം. ഇവിടുന്ന് കുറച്ച് ആൾക്കാരും പൈസ എന്ന് പറയാം. അതെ, എന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കയറാം. നമുക്ക് ഫ്രീ ആയിട്ട് പോകണം. അങ്ങനെ വിളി തുടങ്ങി. 25 പേര് അൺലിമിറ്റഡ്. അത് രാത്രി ഒരു ചവിട്ടുള്ള പരിപാടിയാ. 25 മിനിറ്റ് നമ്മളാളെ കൂട്ടുമ്പോ 25 മിനിറ്റ് ആവും. പഠിച്ചപ്പോ അപ്പോ മോനെ വീഡിയോഗ്രാഫറായി കുന്തം തൂക്കി നടക്കാണ്. ഹനുമാൻ കഥയും കൊണ്ട് പോടായി. ഞാൻ ആവശ്യമുള്ള സമയത്ത് മാത്രം ഓണാക്കും. പഠിപ്പിക്കണ്ട, ഈ പഠിപ്പിക്കണ്ട, അവർക്കറിയാം. നല്ല വ്യൂസ് നല്ല ക്ലിപ്സ് ഒക്കെ വരുന്ന സമയത്ത് അത് വെറുതെ ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് ഓണമെന്ന് പറഞ്ഞു. ഈ ഒരു ഏരിയന്റെ ഇമ്പോർട്ടൻസ് വിശദീകരിക്കുന്ന രീതിയിൽ ഇൻഫർമേഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഇവിടുത്തെ സ്പീഷീസ് ഓഫ് ബേർഡ്സും ആനിമൽസും പിന്നെ അതേപോലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് പണ്ട് ഇവിടുന്ന് എന്താ പറയുക കണ്ടെടുത്ത കുറച്ച് ശിലകളും നോക്കുന്നുണ്ട്. ഇൻഫർമേഷൻസ് ഉണ്ട്. എടാ അവിടെ വരുന്നത് പവർ ഹൗസ് ആണ്. പവർ ഹൗസ് ആണ് ഇവിടെ വരുന്നത്. സർവീസ് ടെർമിനലാണ്. അല്ല, സർവീസ് ടെർമിനൽ ഇവിടെ എവിടെയാണ്? വാട്ടർ ടെർമിനൽ അപ്പർ ഡാം. അല്ല മോനെ, ഇനി മെക്കാനിക്കൽ അല്ലേ? ഇതിനെപ്പറ്റി എന്താ അറിയണ്ടത്? ശാസ്ത്രീയമായിട്ട് പറഞ്ഞുതരാം. വാ പറ, അത് കേട്ടിട്ട് ഇനി പോകണുള്ളൂ. ഇതെന്താകുമ്പോ അവിടുന്ന് വെള്ളം ഫോഴ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇത് ശരിക്കും അതിന്റെ പേരതാണ്. അല്ലേ വിളിക്കാൻ പറ്റുമോ? കണ്ണ് ശരിയല്ല, അതുകൊണ്ടാ റാ. എബോ സീ ലെവൽ. ആവണം, അവരെ നിങ്ങള് പറഞ്ഞില്ല. ഫോറിനേഴ്സ് ഇവിടുന്ന് പ്രാഗിട്ടാ പോയത്. ഇതിനെ പറ്റി എന്തോ പറയണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയാണെങ്കിൽ നല്ലതായിരിക്കും. ചെറ്റാത് ഇംഗ്ലീഷ് അറിയണ്ടാവും. ആ ഇംഗ്ലീഷ് അല്ലോടെ ഇറങ്ങിപ്പോയി. ഞാൻ പരിസരത്ത് നിൽക്കില്ല. അത് ഓടാണ്ട. ഇവിടെ ഇറങ്ങാം ഡാമില്. കുറച്ച് പോയിട്ടുണ്ടോ? അവിടെ എഴുതി അപ്പൊ എനിക്ക് വായിക്കാനൊക്കെ അറിയാലേ. കൊച്ചു കള്ള. ഇതൊരു ഇൻഫോർമേഷൻ സെന്റർ ആണ്. കിട്ടിയല്ലോ നല്ലോണോ? എന്തൊക്കെ കിട്ടിയെന്നൊക്കെ അവിടുന്ന്? അവിടെ നിന്ന് എന്തൊക്കെ കിട്ടിയതാ? ഞാൻ എഡിറ്റ് ചെയ്ത് ചാമ്പൂട അറിയാതെകളൊക്കെ ക്ലൂം ക്ലൂം ഒക്കെ ഇട്ടിട്ട് ഞാൻ ചാമ്പൂട. ആടിനെ കിട്ടി, അരനേട്ടന് 8 കാലിനെ കിട്ടി, തേളിനെ കിട്ടി, സിഗ്നൽ കിട്ടി. വേറെന്തോ കിട്ടും. അരിനാട്ടെന്ന് വീട്ടിലെത്തും. അടിയാണ് അടി. ഇറങ്ങണവരരിനാട്ടിന് ജീവിതം. പിന്നെ ഇവിടെ കുറച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡാമിന് താഴെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ കയാക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. കയാക്കിങ്ങിന് വരുന്നവർക്കാണെങ്കിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക. അതും ലിമിറ്റഡ്. ഈ ഒരു ഏരിയ ഫുള്ളാവുന്നത് വരെ പാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് താഴെ തന്നെ കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ കയാക്കിങ്ങിനാണോ ഡാം വിസിറ്റിംഗ് ആണോ വെച്ച് നമ്മൾ ഡാം വിസിറ്റിംഗ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് താഴെ നിർത്തേണ്ടി വന്നു. കയാക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുന്ന് വണ്ടി പാർക്ക് ചെയ്യായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഫാമിലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് ഫാമിലിയെ ഡ്രോപ്പ് ചെയ്യുക, ഒരു വണ്ടി താഴെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്താൽ. ഗായ്സ്, നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഹത്ത ഹെറിറ്റേജ് വില്ലേജ് കേട്ടോ. പച്ച പഴുത്തില്ല. പഴുത്തത് കുറച്ചുകൂടെ അടുത്ത നെക്സ്റ്റ് മന്ത് കണ്ടിട്ടുണ്ടാവും. ദുബായിൽ ചൂട് ഈത്തപ്പഴം പഴുക്കാനുള്ളതാണ്. അറിയില്ല എനിക്ക്. ആ നല്ല ചൂടാട്ടോ. ഒരു എന്താ പറയാ, ഒരു വേറൊരു വൈബ്. ഇത് കഴിഞ്ഞ വണ്ടിയുടെ ഉള്ളിൽ കേറുമ്പോണ്ടല്ലോ ഞാൻ ഒരു ഫീല്, ഒന്നൊന്നര ഫീലാ. പിന്നെ ഞങ്ങള് ഡ്രൈവറെ ഞങ്ങൾ നേരത്തെ കയറ്റി വിടും, കുറച്ചേരം ഏഷ്യ കെട്ടിട്ടൊന്ന് വണ്ടി തണുപ്പിക്കാൻ വേണ്ടിട്ട്. അരുണേട്ടനാണ് ഡ്രൈവറിന് ഉദ്ദേശിച്ചത്. ബാക്കിൽ വരുന്നുണ്ട്, കേട്ടിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ലീവ് കിട്ടാറില്ല. ഇപ്പോൾ പെരുന്നാളായതുകൊണ്ടാണ് ഒരു ദിവസം. എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകണം. കാരണം ഹെൽത്ത് കെയർ ഫീൽഡ് ആയതുകൊണ്ട് അങ്ങനെ പ്രോപ്പറായിട്ട് ഒരുമിച്ച് ലീവ് കിട്ടിക്കോണമെന്നില്ല.
എല്ലാവർക്കും ലീവ് ആകുമ്പോൾ ഞങ്ങൾ വർക്കിംഗ് ആണല്ലോ. അതാണിപ്പോൾ വെട്ടും കുത്തും റാത്തീപും നടത്തിയിട്ട് എടുത്തതാണ്. അവൻ അത്ര ഇഷ്യൂ ഉണ്ടാക്കിയിട്ടാണെന്ന് ലീവ് ഇട്ടില്ല നമുക്ക്. ഇത് പഴയ ഇത് റീക്രിയേറ്റ് ചെയ്തടാ, പഴയ ലാൻഡ് റോവർ. ഇവിടെ ഒരു കിണറിൻ്റെ അല്ലടാ, ഇത് കിണർ പോലെ അവർ ഒരു ഡമ്മി ഉണ്ടാക്കി വെച്ചതാ. ഉണ്ടായിട്ടുണ്ട്. അതെ, ഇതുപോലെ. അതെ അതെ, സെൻട്രലായിട്ട് ഒരു വില്ലേജിന് സെൻട്രലായിട്ടാവും ഇവിടെ കിണറുണ്ടാവുക. എടാ സോഷ്യൽ ലൈഫ് ആദ്യം നമുക്ക് ഇത് കയറിയല്ലോ. എടാ ഞാൻ എന്നോടൊക്കെ എന്താടാ പറഞ്ഞ കിളികൾ പറഞ്ഞപ്പോ ഇത് മൈനയാണ്. മൈന അല്ലടാ, അത് എന്താടാ മൈന? കുരുവി, അടക്കാക്കിളി, മജ്ലിസ്. ആ കേറാ. ഇത് വാഷ്റൂമാണോ? ഇത് വാഷ്റൂമാടാ. കക്കൂസാണ്. ഇത് വാരി വെക്കണം. ആടാ മജ്ലിസ്. ഇതാ കേറാ, നമുക്ക് കേറാനല്ലേ ഇത് ഉണ്ടാക്കി വെച്ചല്ലേ. പക്ഷെ ഇവിടെ ക്യാമറ ഉണ്ട്. ഇതാണ് മജ്ലിസ് കേട്ടോ. നമുക്ക് എല്ലാ സെറ്റപ്പ് ഉണ്ട്, AC ഒക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ നല്ല ക്യാമറ എല്ലാം ഉണ്ട്. പണ്ട് ഇവിടെ AC ഇല്ല, ഇപ്പൊ ഇവിടെ AC ഉണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, പ്രൊജക്ടറിനുള്ള സ്ക്രീനൊക്കെ ഉണ്ട് കണ്ടോ. എന്തോന്നേ TV ആണത്, കണ്ണാണില്ലല്ലോ. പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണ്. ഓക്കെ. അല്ല ഇവിടെ റൂഫിംഗ് ഒക്കെ കണ്ടോ, വുഡൻ വെച്ചിട്ട് അതിന്റെ മേലെ ഈന്തപ്പന, അതിന്റെ മേലെ മണ്ണായിരിക്കും അല്ലേ? സാറിന് എന്താ തോന്നുന്നത് എഞ്ചിനീയറിന്? മണ്ണായിരിക്കും. തണുപ്പിന് വേണ്ടിയിട്ട് മണ്ണായിരിക്കും കൊടുക്കുന്നത്. അത് സിമെന്റാണ് ശരിക്കും, മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സിമെന്റ്. ഇത് മണ്ണാണ്, സിമെന്റ് അല്ല. മണ്ണല്ല, ഇത് സിമെന്റ് ആടാ മുത്തേ. ഇവിടെ സിമെന്റ് ആടാ, സിമെന്റ് ആടാ. ഇവിടെ സിമെന്റ് ആണ്. സോഷ്യൽ ലൈഫാണ്. പക്ഷെ ഇത് പൂട്ടിയിട്ടിരിക്കണം. ഇല്ല, ഉന്തി തുറക്കാം. ലോക്ക്ഡൗൺ കേട്ടോ. ലൈറ്റ് മാത്രം കാണുന്നുള്ളൂ. ഇതൊക്കെ എഡിറ്റ് ചെയ്തുണ്ടാക്കേണ്ട കാര്യമല്ലേ. കൊള്ളാല്ലേ, പഴയ വില്ലേജ്. എടാ ഇവരിവിടെ സ്റ്റേ ഉണ്ടെന്നോ? ഉണ്ടാവില്ലല്ലേ ഉൾഭാഗം. എന്ത് ഭംഗിയല്ലേ കാണാന്. ഇത്ര ചൂടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പ്. ചൂടറിയുന്നില്ലല്ലേ, ചൂടറിയുന്നില്ലല്ലേ. അതെ, ഇതുപോലെ ഇവിടെ കുറെ വീടുണ്ട് കേട്ടോ. വീടൊക്കെ ഇതുപോലെ ആയിരിക്കും. എല്ലാതും ഒരേപോലെ തന്നെയാവും, എല്ലാത്തിനും കയറി ഇറങ്ങും. ജസ്റ്റ് കാണാനല്ലോ നമുക്ക്. എല്ലാ ജനലിലൂടെ കാണുന്ന കാഴ്ചകൾ നമുക്ക് ഒരുമാതിരി തോന്നും. കണ്ണൊന്നാണെങ്കിലും കാഴ്ചകൾ വ്യത്യാസം ഉണ്ട് അല്ലേ. പൈപ്പ് സിമെന്റ് ഒക്കെയാ. ശരിക്കും ഇതൊന്നും വർക്ക് കംപ്ലീറ്റ് ആയില്ല തോന്നുന്നു കേട്ടോ. ഞാൻ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നു. എനിക്ക് വഴി പറ്റിയൊന്നുമല്ല, ഞാൻ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി കയറിയതാ. ഇപ്പോഴത്തെ വില്ലേജിന്റെ റൂഫിംഗ് ഒക്കെ ഉണ്ടോ? പുല്ലല്ല, പുല്ലാണോടാ അത്? അല്ല, ഈന്തപ്പനയാണ്. ഈന്തപ്പനേ. ഹായ് ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഹത്ത ഓൾഡ് വില്ലേജിൻ്റെ ഹൈറ്റിൽ നിന്നുള്ള വ്യൂ ആട്ടോ കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു വാച്ച് ടവറാണ്. ഇതേപോലത്തെ ഒരു വാച്ച് ടവർ ഇത് അവിടെ ഓപ്പോസിറ്റിലും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്ത് ഈ വില്ലേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിമീസിനോ അല്ലെങ്കിൽ നൈബേഴ്സ് ആയിട്ടുള്ള വേറെ ഗ്രാമത്തിൽ നിന്നൊക്കെ ആരെങ്കിലും വരുന്നതൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുണ്ടാക്കിയിട്ടുണ്ടാവുക. ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു അപ്പർ വ്യൂ. അതായത് ഈ താഴെ കാണുന്ന ഇതൊക്കെ ഇവരുടെ ഫാമേഴ്സോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. അതിന് തൊട്ട് മുന്നിൽ കുറച്ച് പുരോഹിതന്മാരായിട്ട് ആരെങ്കിലും ലീഡേഴ്സായിട്ടുള്ള കുറച്ച് ആൾക്കാരതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതിൻ്റെ അപ്പുറത്ത് ഒരു കോട്ട പോലെ ഉണ്ട്, അതിലായിരിക്കാം അന്നത്തെ ഇവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെ മുഖ്യം സ്റ്റേ ചെയ്തിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചില ഭാഗങ്ങളിലായിട്ട് കൾട്ടിവേഷൻസ് ഇതൊക്കെ കാണുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ കൾട്ടിവേഷൻസാണ്. ഇതാണ് ഇവിടെ ഖബർസ്ഥാൻ കേട്ടോ, മയ്യത്ത് ഖബർ ചെയ്തിരുന്നത്. ശരിക്കും ഒരു വില്ലേജ് എന്താണ് അത് അതേപോലെ റീക്രിയേറ്റ് ചെയ്തതാണ്. അടിപൊളിയായിട്ടുണ്ട് ഇല്ലടാ. പിന്നെ വണ്ടറിങ് ആട്ടോ ഇവിടെ. ഈവൻ ഇവിടെ പഴയ ലോക്ക് സിസ്റ്റം വരെ, അതായത് 2 പൊളിയുള്ള വാതിലാണ്, അതിൽ ഒന്നിൽ മാത്രമാണ് ലോക്ക് ഉള്ളത്. അതുവരെ അതുപോലെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല പ്രോപ്പറായിട്ട്, അണ്ടർ മെയിൻ്റെനൻസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ താഴോട്ട് ഇറങ്ങാം കേട്ടോ, നല്ല ചൂടുണ്ട്. പ്രോപ്പറായിട്ട് ഓപ്പൺ ആയിട്ടില്ല. ഇതൊക്കെ എന്താ പറയുക, ഇതുപോലെ സംഭവങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തുടങ്ങാവുന്നേ. നമ്മുടെ ഗ്രാമങ്ങളൊക്കെ ഓലയിട്ട വീടും നമ്മുടെ ഗ്രാമങ്ങളിൽ അത്ര ഒന്നും ഇവിടെ കാണിക്കാറില്ല. ഇവിടെ അതെ സത്യം, ഇവർക്ക് ഓലയിട്ട വീടുകൾ. നമുക്ക് ഇതിനും കൂടുതലായിട്ട് നമ്മുടെ ലൈഫ് കാണിക്കാനുണ്ട്. നമ്മളൊന്നും ചെയ്യായിട്ട്
നമ്മുടെ ഗവൺമെൻറ്റ്സിന് താല്പര്യമില്ല, അറിയില്ല. ശരിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ നമുക്കൊക്കെ അത്ര ചരിത്രം പറയാനുണ്ട് നമ്മുടെതൊക്കെ. ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇവർ ഇന്ന് കാണുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയാറുണ്ട്. ശരിക്കും നമ്മളിവിടെ സമ്മതിക്കണം. 90s ജീവിച്ചിരുന്ന ഒരു കൾച്ചറാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ 90s ഇതിനേക്കാളും റിച്ച് ആയിട്ടാണ് ജീവിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മളിപ്പോഴും എവിടെ എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും ആ 90s തന്നെയാണ് കിടക്കുന്നത്. നമ്മളെവിടെ എത്തിയിട്ടില്ല. പ്ലാനിങ് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു പ്ലാനിങ്. ഞാൻ പറയാം, ഇന്നിപ്പോൾ വരുമ്പോൾ ഒരു ബ്രിഡ്ജ് പോലെ സംഭവമാണ്. എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. സംഭവം എന്താ വെച്ചാൽ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഇത് ഭാവിയിൽ റോഡ് എന്താ വരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ എന്താ വെച്ചാൽ ഹില്ലായിട്ട് കയറിയിട്ട് ഇറങ്ങുന്ന അടുത്ത് വണ്ടി എന്താ പറയുക ബ്രേക്ക് എന്തായാലും ഇല്ലാതെ പോവാണെങ്കിൽ ഇടിച്ച് കയറ്റാൻ പറ്റിയൊരു കിട്ടിയിട്ടുള്ള സംഭവം. വണ്ടി അവിടെ നമ്മള് ചളിയിൽ വണ്ടി എങ്ങനെ കുടുങ്ങിയായിരിക്കും, അതുപോലെ ചരലിൽ വണ്ടി അവിടെ കുടുങ്ങി കിടക്കും. നമ്മളവിടെ വേണ്ടിയിട്ടാണ്. അതെ, കാരണം വെച്ചാൽ പ്രോപ്പറായിട്ട് എല്ലാ ലൈഫിനും ഒരു വാല്യൂ എടുക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പോയോ ആക്സിഡൻറ്റ് തീർന്ന്. അതാണ് ഇവിടെ ഇവരെന്ത് ചെയ്യുമ്പോഴും അത്ര അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥലമില്ല, സ്ഥലമെടുപ്പൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ നാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് പ്ലാനൊക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരിവിടെ എന്ത് ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ നോക്കുന്നത്, നമ്മൾ എന്തെങ്കിലും കെട്ടിക്കൂട്ടിയിട്ട് 4 ബിൽഡിങ്, അത് ഒരു സ്കൂളാണെങ്കിൽ അങ്ങനെ ഒരു ബിൽഡിങ്, എന്തെങ്കിലും ഒരു രൂപം, അതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. പക്ഷെ ഇവരെന്ത് ചെയ്യുമ്പോഴും ഭംഗി കൂടി നോക്കുന്നുണ്ട്. ഭംഗിയും പിന്നെ എന്താ പറയുക, ടോട്ടൽ മെയിൻ്റനൻസ്, പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ്. അതന്നെ ഇവിടുത്തെ അല്ല. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു കോട്ടയില്ലേ, കോട്ടൻ്റെ ഉള്ളിലാട്ടോ ഉള്ളത്. ഇവിടെ വെപ്പോമി എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. മുമ്പ് ഇത് ഓപ്പൺ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഒരു ട്രഡീഷണൽ വെപ്പൺസ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ ഈ കോട്ട എന്തുകൊണ്ട് അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന്. അതിലുള്ള ഹോൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഗണ്ണ് വെച്ചിട്ട് എയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ശത്രു രാജ്യങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ ഗ്രാമത്തിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സോൾജേഴ്സ് നിന്ന സ്ഥലമാണിത് കേട്ടോ. കണ്ടോ, ഇതാണ് മജ്ലിസ് കേട്ടോ. പണ്ടുള്ളവർ ഇവർ കൂടി ചേർന്ന് ഇവിടുത്തെ മീറ്റിങ്ങും ഒക്കെ നടത്തിയിരുന്ന സ്ഥലം. നമ്മളിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങുകയാണ്. ഒക്കെ ലോക്ക്ഡൗൺ കേട്ടോ, ഒന്നും ഓപ്പൺ അല്ല. മുമ്പൊക്കെ ഓപ്പൺ ആയിരുന്നു, ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടുന്ന് പുറത്തിറങ്ങി. അൽ ഹുസൈൻ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനാഗുറേഷനാണ് 2001 ഇത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. എനിക്കൊന്ന് ഇപ്പോൾ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കാശ് അത്രയേ ഉള്ളൂ, അധികം കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങളിത് വില്ലേജിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളെ കൂടെയുള്ള 2 ആൾക്കാരെ കാണുവാനില്ല. തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നു, വെയിലാണെന്ന് പറഞ്ഞിട്ട്. ചൂടിൻ്റെ കാഠിന്യം മൂലം ഇറങ്ങിപ്പോയതാണോ ഡൗട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ട്രഷർ ഹണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ട്രഷർ ഹണ്ട് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ട്രഷർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് അത് പോയിട്ട് അവിടുന്ന് എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കത് മിസ്സാവും. ഇൻ കേസ് നിങ്ങളിവിടെ UAE ഉള്ളവരല്ല എന്നുണ്ടെങ്കിൽ, നാട്ടിലുള്ളവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, UAE ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഓൾവേസ് ബി ഹാപ്പി, ബി പോസിറ്റീവ്, ഫോർഗെറ്റ് ദ പാസ്റ്റ്, ഡോണ്ട് വറി അബൌട്ട് ദ ഫ്യൂച്ചർ, ലീവ് ദ മൊമെന്റ്. ബൈ. ഞങ്ങളിത് കിട്ടിയില്ല, ഇത് പോവാനുള്ള പരിപാടി ആയിരുന്നു കേട്ടോ. ശരി എന്നാ, ടാറ്റ. അയ്യോ